me that I'm never gonna make it. They want me to do something that could make sense. They hate. ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ നമ്മൾ കളത്തിൽ ലേക്ക് റിസോർട്ടിലെ ഒരു രാത്രിയിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എത്ര രസമുള്ളൊരു കാഴ്ചയായിരുന്നു എന്നറിയോ. ആ മേഘമൊക്കെ നോക്കുക, അതിൻ്റെ ആ ഒരു പ്രതിഫലനം മുഴുവൻ വെള്ളത്തിൽ, ആ ഒരു ഏരിയ, അതായത് നമ്മൾ വൈകുന്നേരമൊക്കെ കണ്ടതിനേക്കാൾ മനോഹരമാണ് രാവിലത്തെ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു, ബാക്കി എല്ലാവരും കിടന്നുറങ്ങും. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് അവിടെ ഒരു ശബ്ദം പോലും ഇല്ലാതെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതാ ഇവിടെ എന്ത് രസമാണെന്നറിയോ ഇരിക്കാനായിട്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ, കുറേ ഇരിക്കാനുള്ള പ്ലേസുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാം. നമ്മുടെ കോട്ടേജ് അവിടെ കാണുന്നുണ്ട്, ആരും എഴുന്നേറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു സമയത്ത് ഒന്ന് നടക്കാനും ഒക്കെ ഇറങ്ങി. ഇവിടെയൊക്കെ ഒന്നും കൂടെ ആ ഒരു രാവിലത്തെ ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഉന്മേഷം തരും നമുക്ക് നടക്കുമ്പോഴൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ അതിലേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴാണ് ഇതാ നമ്മുടെ ഈ പായ്വഞ്ചി കണ്ണിൽപ്പെട്ടത് കേട്ടോ. പായ്വഞ്ചി ഇവിടെ ആദ്യം ഈ ഏരിയയിലേക്കൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ആ ഒരു കായലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഈ പായ്വഞ്ചി കണ്ടത്. അപ്പോൾ പായ്വഞ്ചിയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ റിസോർട്ടിൽ പറയുവാണെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ റേറ്റൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ അതിൽ കയറി നമ്മൾ വേണമെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അവർ എന്തോ അതിൻ്റെ നന്നാക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ നോട്ടം ഇട്ടു, മീൻ പിടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട്. അത് നമുക്കിവിടെ കളത്തിൽ റിസോർട്ടിൽ വരുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യും. ചൂണ്ടയുണ്ട്, അതുപോലെ മീനിനൊക്കെ കൊടുക്കാനുള്ള തീറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തരും. നമുക്കിഷ്ടമുള്ള സമയത്ത്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി, അപ്പം മീനുകളും വിശന്നിരിക്കുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മീൻ പിടിക്കണം എന്നുള്ളൊരു ഇതൊക്കെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതാ ഇപ്പുറത്ത് വേറൊരു ബോട്ട് കിടപ്പുണ്ട് ആ സൈഡിൽ തന്നെയായിട്ട്. അപ്പോൾ ഇനി അതെന്താണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഗേറ്റ് കടന്ന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ അതാ ഇവിടെ ഒരു ബോട്ടുണ്ട് കേട്ടോ. ഇത് സാധാ ബോട്ടാണ്, പെഡൽ ബോട്ടല്ല കേട്ടോ, സ്പീഡ് ബോട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കളത്തിൽ റിസോർട്ടിൽ വരുന്നവർക്ക് പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇതാ പായ്വഞ്ചിയുണ്ട്, ഹൗസ് ബോട്ടുണ്ട്, സാധാ ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ട്, എനിക്ക് ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കിടക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്. കാരണം ഒരു ശല്യമില്ലാതെ നല്ല രാവിലെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നേരം ഞാനിവിടെ ഇങ്ങനെ ആട്ടുതൊട്ടിലിൽ സുഖമായിട്ട് കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിള്ളേരൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചതാ സുഖമായിട്ട്. ഇനി അവർക്ക് അടുത്ത ആക്ടിവിറ്റിയാണ്. സൈക്കിളൊന്നും പോരാ, സ്കൂട്ടറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ജോക്കുട്ടൻ ദാ ഇവിടെ അവൻ്റെ സ്കൂട്ടർ ശരിയാക്കുന്നുണ്ട്. ശരിയാക്കി ഇനി അതും കൊണ്ടൊന്ന് റിസോർട്ട് ഫുൾ ചുറ്റിയടിക്കാമെന്ന് പറഞ്ഞ് അതും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സൈക്കിളൊന്നും എടുത്തില്ല കേട്ടോ, ഇനി കുറച്ച് നേരം കഴിഞ്ഞ് സൈക്കിൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. എന്തായാലും ഈ റിസോർട്ട് മുഴുവൻ ഇങ്ങനെ ചുറ്റി കാണാനായിട്ട് സൈക്കിളുള്ളത് നല്ലൊരു രസമാണ് കേട്ടോ. നമുക്ക് റിസോർട്ട് മുഴുവൻ സൈക്കിളിൽ ചുറ്റിക്കാണാം. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി. രാവിലെ നമുക്കൊരു 7:30 to ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്കിളുകളൊക്കെ അതാ ഓരോരുത്തരെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കിളൊക്കെ ഒന്ന് നോട്ടം ഇട്ടിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് സമയം ഇവിടെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ആളുകളെല്ലാവരും പതിയെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും 1-2 പേരൊക്കെ കഴിച്ചിട്ട് പോകുന്നേ ഉള്ളൂ. ഞങ്ങളാണ് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടെ. എന്തോ ഒരു കുറുമയാണ്, വെജിറ്റബിൾ കുറുമ, യെസ്. പിന്നെ ഉള്ളത് പൂരിയാണ് കേട്ടോ. പൂരി ഇവിടെ ഉണ്ട്. പൂരി എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഉപ്പുമാവുണ്ട് കേട്ടോ. ഉപ്പുമാവ് ഇഷ്ടമുള്ളവർക്ക് ഉപ്പുമാവ് കഴിക്കാം. പിന്നെ എന്താണ്, സാമ്പാറാണ് കേട്ടോ. പൂരി സാമ്പാർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഉപ്പുമാവും വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ പൂരിയും സ്റ്റൂവും കഴിക്കാം. ഇത് ദോശയുണ്ട്, അപ്പോൾ ദോശയുടെ കൂടെയും സാമ്പാർ കൂട്ടി കഴിക്കാം. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടവർക്ക് ബ്രെഡ് ഉണ്ട്, ചട്നിയും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ്, ബട്ടർ, ജാമുണ്ട്, ടോസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ കഴിക്കാം. പിന്നെ വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് കുറേ ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ ഷെയ്ക്ക് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം കേട്ടോ. ഷെയ്ക്ക് നല്ല ഷെയ്ക്കായിരുന്നു. അതുപോലെ ചക്കരയ്ക്കും ചോക്കൂട്ടിനും കോൺഫ്ലേക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂട് പാലും ഉണ്ട്, പാലിൽ നമുക്ക് കോൺഫ്ലേക്സ് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ചായ, കാപ്പി, ഇത്രയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഞാൻ എന്തായാലും പൂരി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് കുറച്ച് പൂരി അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലേക്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നേരെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നോട്ടം ഇട്ട് വെച്ചിരുന്നത് മീൻ പിടിക്കാനാണ്. യെസ്, മീൻ പിടുത്തം എന്ന് പറഞ്ഞൊരു രസമാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞതേ നമുക്കൊരു മീൻ കിട്ടി. ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മീനാണിത്. കുഞ്ഞു മീനാണ് കേട്ടോ. വലിയ മീനൊന്നും ചൂണ്ടയിൽ കിട്ടില്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞു. വലിയ മീനുകളൊന്നും ഈ ഒരു പ്രദേശത്തില്ല, ചെറിയ മീനുകളേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നു കേട്ടോ. ഇതാ ഇവിടെ പായ്വഞ്ചി അവർ എടുത്ത് അനക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അതിന് എന്തൊക്കെയോ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് അവർ ഒന്ന് പുറത്തേക്ക് എടുത്തപ്പോഴാണ് പായ്വഞ്ചിയുടെ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത്. പായ്വഞ്ചികൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് മാത്രമേ. മീൻ ഇത്രയും നമ്മൾ പിടിച്ചു കേട്ടോ. ഏകദേശം 6-8 മീൻ കിട്ടി. ചെറിയ മീനാണ് കേട്ടോ. എന്തായാലും ആദ്യമായിട്ടാണ് കുറേ നാൾ കൂടി ഇത്രയും മീൻ പിടിച്ചത് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമൊന്നും വേറെ തന്നെയായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നു. 11 മണിയാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് ഫോട്ടോ എടുക്കാനായിട്ട്. നല്ല ലോണൊക്കെ ആയതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് വന്നു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. മമ്മിയുടെയും ചക്കരക്കുട്ടിയുടെയും പിന്നെ മമ്മിയുടെയും എല്ലാവരുടെയും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസുകൾ, ബിൻചായനും ജോക്കുട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള കുറേ നല്ല ഫോട്ടോസുകൾ. ഈ ഫോട്ടോസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ജോക്കുട്ടിൻ്റെ സൈക്കിൾ അവിടെ ഇരിക്കുന്നത്. സൈക്കിൾ അവിടെ വരെ വന്നിട്ട് പിന്നെ അതൊക്കെ കാണാനായിട്ട് പോയി. ഇതിനപ്പുറത്തേക്കാണ് നമ്മുടെ ആ റെയിൻ ഡാൻസിൻ്റെ ഇതും പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിടാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇത് ജോക്കുട്ടിനും ചക്കരയും കണ്ടോ എന്താണെന്ന് നോക്കിയോ. ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴേക്കും തലയിൽ വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവരുടെ പരിപാടി. നോട്ടി, വെരി നോട്ടി. അപ്പോൾ എൻ്റെ പുത്രൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിട്ട് നടക്കണുണ്ടോ. നമുക്ക് ഫോട്ടോസൊന്നും എടുത്തു തരില്ല, ഇങ്ങനെ നടക്കുന്നുണ്ടോ സൈക്കിൾ കെട്ടി. ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് സൈക്കിൾ ചവിട്ടി ഇതിലേ നടക്കലാണ് പ്രധാന തൊഴിൽ. ഓരോ കോട്ടേജിൻ്റെയും ഇങ്ങനെ ആ ഭംഗിയൊക്കെ കണ്ടാണ് കേട്ടോ ഞങ്ങൾ നടന്നത്. ഇങ്ങനെ മരം വെച്ചുണ്ടാക്കിയിരിക്കുന്നത് പോലത്തെ ഒരു ഷേപ്പിലാണ് ഓരോ കോട്ടേജും. മരത്തിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന പോലെ അങ്ങനത്തെ സ്റ്റൈലിലൊക്കെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ സമയം ഇതിൽ നടന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ 11-11:30 അതിനുള്ളിൽ ചെക്ക് ഔട്ട് ആവണം കേട്ടോ. അപ്പോൾ എല്ലാം ഇനി ഒന്ന് എല്ലാം റെഡിയാക്കി എടുത്ത് വെക്കണം. ജോക്കൂട്ടൻ വരുന്ന നോക്കി കണ്ട പാവം. അതിന് സൈക്കിൾ ഞങ്ങളുടെ ഇവിടെ റോഡ് സൈഡ് വീടായതുകൊണ്ട് റോഡിലേക്ക് അധികം ഇറക്കാറില്ല. ഭയങ്കര വണ്ടികളൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കിട്ടിയപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടത് ഈ സൈക്കിൾ ചവിട്ടാനാണ്. അവന് ഫുൾ ടൈം സൈക്കിൾ ചവിട്ടലായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്നും പറഞ്ഞാണ് വന്നത്, പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തു തന്നില്ല കേട്ടോ. കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു റിസോർട്ടിൽ വരുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ. സ്വസ്ഥമായിട്ട് ചവിട്ടി നടക്കാമല്ലോ. പണ്ടൊക്കെ ചവിട്ടിയാൽ ഞാൻ തന്നെ ഒരു 11-12 ക്ലാസ് വരെയൊക്കെയാണ് സൈക്കിൾ ചവിട്ടി അതുപോലെ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് മാറിപ്പോയല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് വീണ്ടും നമുക്ക് ആ ഒരു ഓർമ്മയൊക്കെ വന്ന് കുറേ സൈക്കിൾ ചവിട്ടാൻ തോന്നി. പിന്നെ ഇവിടെ ഒരു ഏരിയ ഞാൻ പരിചയപ്പെടുത്തിയില്ല കേട്ടോ. അതായത് ഇവിടെ വലിയ ഇപ്പം കല്യാണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫാമിലി ഫങ്ഷൻസ് വലിയ ഇവൻറ്റ്സൊക്കെ നടത്തണമെങ്കിൽ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഫുൾ ഇങ്ങനെ വലിയൊരു ഹോള് പോലെയാണ്. കല്യാണങ്ങളൊക്കെ നടത്താം. ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതും നമുക്ക് ഈ കളത്തിൽ റിസോർട്ടിൽ വേണമെങ്കിൽ നടത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, ചെക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പതിയെ ഒന്ന് ബൈ പറയുകയാണ്. ഈ ഒരു വെയിൽ എനിക്ക് തോന്നുന്നു 11:30 വെയിലാണ്. അതിനിടയിലും ആളുകൾ ഇവിടെ പെഡൽ ബോട്ടൊക്കെ ചവിട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വീണ്ടും അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയെങ്കിൽ ഇനി സമയമില്ലല്ലോ, ഇനി ബൈ പറയാനുള്ള സമയമായി കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള ഒരു വൺ ഡേ ആയിരുന്നു കേട്ടോ. സൂപ്പർ. നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ഇതുപോലെ വരണം. നല്ല രസമുള്ള പ്ലേസാണ്. ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച സമയം തീർന്നില്ല. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിസോർട്ടുമാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും എല്ലാവരും വരണം. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി തീരൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അതുപോലെ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ആദ്യ പോർഷൻ കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണുക. 2 പാർട്ടായിട്ടാണ് കളത്തിൽ ലേക്ക് റിസോർട്ടിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കണ്ട ഒരു യേശുവിൻ്റെ രൂപമൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് വ്ളോഗിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ റിസോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വ്ളോഗ് കൊച്ചരീക്കൽ ഗുഹയും വെള്ളച്ചാട്ടവുമാണ്. വ്ളോഗ് പുറകെ വരുന്നുണ്ട്. ടാറ്റാ, ബൈ.